ശരീരത്തെക്കാളും സൂക്ഷ്മ ശരീരം കൂടുതൽ സത്യമാണെന്ന് അയാൾ കരുതാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ദേഹബോധം എപ്പോഴാണ് ഇല്ലാതാവുക? സൂക്ഷ്മ ശരീരം ഇല്ലാതായാൽ മാത്രമേ ഒരു ജീവന് ദേഹബോധം ഇല്ലാതാവുകയുള്ളൂ. സൂക്ഷ്മ ശരീരം എപ്പോൾ ഇല്ലാതാവും? കാരണശരീരം ഇല്ലാതാവുമ്പോൾ. കാരണശരീരം എന്നൊരു മൂന്നാമത്തെ ശരീരമുണ്ട്. അത് മറ്റൊന്നുമല്ല, തനിക്ക് ശരീരമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ അഥവാ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. ആ അവിദ്യയാണ് കാരണശരീരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കാരണശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം തനിക്ക് സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ ഉണ്ട് എന്ന വിചാരം നീങ്ങുകയില്ല. അതെപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ അജ്ഞാനമാണ് കാരണശരീരം. അതെങ്ങനെ ഇരിക്കും? അതിൻ്റെ നിറമെന്ത്, വലിപ്പമെന്ത്, ആകൃതി എന്ത്, അങ്ങനെയുള്ള ഒരു സ്ഥൂലഭാവങ്ങളും അതിനില്ല. ഈ ആകൃതി, നിറം, മണം, രുചി അതൊക്കെ സ്ഥൂല പദാർത്ഥങ്ങൾക്കാണ്. അജ്ഞാനത്തിന് ആകൃതി തന്നെ ഇല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു വസ്തുവല്ല. വസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അതൊരവസ്ഥയാണ്. ആത്മവിസ്മൃതി സംഭവിച്ച ഒരവസ്ഥയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ഇപ്പം വിസ്മൃതിക്കുള്ള മറുമരുന്ന് എന്താണ്? സ്മരണ. ഒന്നിനെ നമ്മൾ മറന്നു പോകുന്നു. ഈ മറവിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? ഒന്നുകിൽ സ്വയം ആ മറന്നുപോയതിനെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണ് വിസ്മരണത്തെ നമ്മൾ ജയിക്കുക. വിസ്മൃതിയെ ജയിക്കാൻ സ്മൃതി അല്ലെങ്കിൽ സ്മരണത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യത്തെ ആവർത്തിച്ച് ചിന്തിക്കാൻ വേദാന്ത ശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആത്മാവിനെ നമ്മൾ വിസ്മരിച്ചിരിക്കുന്നു. എപ്പോ, എന്തിന്, എങ്ങനെ, ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആത്മവിസ്മൃതി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നത്. നമ്മൾ ആത്മാവായിരുന്നിട്ട് കൂടി ആത്മാവാണ് എന്നറിയാത്തതിന് കാരണം ഈ വിസ്മൃതിയാണ്. അപ്പോൾ ആ വിസ്മൃതിയെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ. വിസ്മൃതിക്ക് മരുന്ന് എന്ന് പറയുന്നത് സ്മൃതി അല്ലെങ്കിൽ സ്മരണം. ഞാൻ ആത്മാവാണെന്ന് ആവർത്തിച്ച് ചിന്തിക്കുക, ഓർമ്മിക്കുക. സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച. നമ്മൾ വർഷം തോറും സാറിൻ്റെ അനുസ്മരണം നടത്തുന്നുണ്ട്. സാറ് പറഞ്ഞതിനെ അനുസ്മരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. സാറിൻ്റെ ഒരു പടവും വെച്ച് അതിനൊരു മാലയിട്ട് അതൊന്നും വേണ്ടെന്നില്ല, അതൊക്കെ വേണം. അതൊന്നിനെയും നമ്മൾ നിഷേധിക്കുകയല്ല, അതൊക്കെ ആവശ്യം തന്നെ. പക്ഷേ സാറിൻ്റെ പടത്തിൽ മാല ചാർത്തി സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നത് കൊണ്ട് ആത്മസ്മരണമാവില്ല. സാർ ആത്മാവിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ്. ജീവിതം മുഴുവൻ, ഒരു 40-45 വയസ്സിലാണ് അദ്ദേഹം തുടങ്ങിയത്. എന്നാലും അതിനുശേഷമുള്ള കാലഘട്ടം മുഴുവൻ ഈ ആത്മതത്വത്തെ പറഞ്ഞു നടന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീമാൻ ബാലകൃഷ്ണൻ നായർ സാർ. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ത്, അദ്ദേഹം എന്തിനാണ് ജീവിതത്തിൽ ഊന്നൽ നൽകിയത്, അതിനെ ഓർമ്മിക്കാതെ ഈ അനുസ്മരണത്തെ ഒരു ചടങ്ങ് രൂപത്തിൽ മാത്രം ആചരിക്കുന്നത് അതത്ര അഭികാമ്യമായ ഒരു കാര്യമല്ല. അതൊരു ചടങ്ങ് മാത്രമാവരുത്. നമ്മൾ ആ അനുസ്മരണത്തോടനുബന്ധിച്ച് സത്സംഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ആ സത്സംഗത്തിൽ ഈ ആത്മതത്വത്തെക്കുറിച്ചാണ് ഓരോ പ്രഭാഷകന്മാരും വിവരിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ ശ്രദ്ധ പതിയണം, എന്നാലേ പ്രയോജനമുള്ളൂ. താവന്മാത്ര പ്രബോധോസവും, സ്ഥൂല ശരീരം സത്യമാണ് എന്ന് കരുതി ജീവിച്ചു ആ വിവശ്ചിത്ത്. ആ സ്ഥൂല ശരീരം നഷ്ടമായപ്പോൾ ഇപ്പോൾ സൂക്ഷ്മ ശരീരത്തിലായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അപ്പോഴും അദ്ദേഹം ആത്മാവെന്താണെന്നറിഞ്ഞില്ല. ഷർട്ടുകൾ ഓരോന്നായി ഊരിയിടുകയാണ്. പഞ്ചകോശങ്ങളാകുന്ന ഷർട്ടുകൾ, ഒന്നിൻ്റെ പുറത്തൊന്ന്, അതിൻ്റെ പുറത്ത് മറ്റൊന്ന്, ഇങ്ങനെ 5 കുപ്പായങ്ങളാണ് ഓരോ ജീവനും ധരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പുറമേയുള്ള കുപ്പായമാണ് ഈ മജ്ജയും മാംസവും രക്തവും എല്ലും ഒക്കെ നിറഞ്ഞ
സ്ഥൂല ശരീരം. അത് പ്രകൃതി തന്നെ അഴിച്ചു കളയും. സ്ഥൂല ശരീരത്തെ നശിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് വിശേഷിച്ച് ഒരു പ്രയത്നവും ആവശ്യമില്ല. പഞ്ചഭൂതങ്ങളുടെ സമാഹാരമാണ്, പ്രകൃതി രൂപപ്പെടുത്തിയതാണ് ഏറ്റവും പുറമേയുള്ള കോശമായ ഈ അന്നമയ കോശം അഥവാ സ്ഥൂല ശരീരം. അത് പ്രകൃതി തന്നെ നശിപ്പിച്ചോളും അതിന്. അത് പോയാൽ അകത്തുണ്ട് ഇനിയും 4 കുപ്പായങ്ങൾ. അകത്തുള്ളത് സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൽ 3 കോശങ്ങളുണ്ട്. പ്രാണമയം, മനോമയം, വിജ്ഞാനമയം. ഈ 3 കോശങ്ങളാണ് സൂക്ഷ്മ ശരീരത്തിലുള്ളത്. അപ്പോൾ സ്ഥൂല ശരീരം അന്നമയ കോശം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഈ 3 കോശങ്ങളെ ഉൾക്കൊള്ളുന്നത് സൂക്ഷ്മ ശരീരം. 1, 3, 4 കോശങ്ങളായി 2 ശരീരവും പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തേതും അവസാനത്തേതുമായ ശരീരം അല്ലെങ്കിൽ കോശം, അതായത് കാരണശരീരം അഥവാ ആനന്ദമയ കോശം, അതാണ് 5ാമത്തെ കോശം. അത് അജ്ഞാനം തന്നെയാണ്. ആ അജ്ഞാനം നശിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം സൂക്ഷ്മ ശരീരം നശിക്കില്ല. അജ്ഞാനമാണ് സൂക്ഷ്മ ശരീരത്തെ നിലനിർത്തുന്നത്. തനിക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവന്മാരുടെ ഉള്ളിലുള്ള ഈ അജ്ഞാനം, അറിവില്ലായ്മയാണ്. എന്തിനെക്കുറിച്ച്? ആത്മാവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. അതുകൊണ്ട് ആ അജ്ഞാനം ജ്ഞാനം കൊണ്ട് നശിപ്പിക്കപ്പെടാതെ സൂക്ഷ്മ ശരീരം നശിക്കുകയില്ല. സൂക്ഷ്മ ശരീരം നശിക്കാത്തിടത്തോളം കാലം ആ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. സ്ഥൂല ശരീരഭ്രമം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 3 വിധ ശരീര അനുഭവങ്ങളിൽ നിന്നും മോചനം നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, താൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കുക. അതാണ് ആത്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താവന്മാത്ര പ്രബോധോസൗ നാധികം ബോധമാഗത. സൂക്ഷ്മ ശരീരത്തിലായി വിവശത്തിൻ്റെ ശ്രദ്ധ. അപ്പോഴും അയാളുടെ ശ്രദ്ധ ആത്മതത്വത്തിലേക്ക് തിരിഞ്ഞില്ല. അപ്പം അത്ര പെട്ടെന്നൊന്നും ഈ കോശങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഒക്കെ മായാകാര്യങ്ങളാണ് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഭ്രമിച്ചു പോയവന് അസത്യം സത്യമെന്ന പോലെയാണല്ലോ അനുഭവപ്പെടുക. അപ്പോൾ അയാൾ സ്വയം പ്രയത്നിച്ച് തത്വവിചാരത്തിലൂടെ ഈ കോശങ്ങളുടെ മിഥ്യാത്വം ഉറപ്പിക്കുകയേ വഴിയുള്ളൂ. വേറെ ഒരു മാർഗവും കാണുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ അതും പറഞ്ഞേനെ. നാന്യപന്ഥ അയനായ വിദ്യതേ. there is no other go, there is no other way to realize the self. ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ നിരന്തരമായ തത്വവിചാരമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് ഈ മാർഗത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. എന്നാലേ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. ചിന്തയിത്വാ അസിതം കാര്യം ബഭൂവ പ്രകൃതേർഹിതഃ. വാസനകൾക്ക് വിധേയനായി നേരത്തെ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ദൃശ്യം എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് കണ്ടെത്തണം. ആ ഒരു തീരുമാനത്തിൻ്റെ ശക്തി കൊണ്ട് ഇയാൾ വീണ്ടും സൂക്ഷ്മ ശരീരത്തിലൂടെ അന്വേഷണം ആരംഭിച്ചു. താവന്മാത്രഃ സ്ഥൂലദേഹാതിരിക്ത ആത്മമാത്രഗോചരഃ പ്രബോധഃ യസ്യ തഥാവിധഃ അസൗ വിപശ്ചിത് തതോധികം ദേഹത്രയാതിരിക്ത ശുദ്ധചിന്മാത്ര ആത്മമാത്രഗോചരം ബോധം ന ആഗതഃ. സ്ഥൂലദേഹത്തിൽ നിന്ന് വല്ല വിധേനയും രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോൾ ഭ്രമം അല്ലെങ്കിൽ ശ്രദ്ധ സൂക്ഷ്മ ശരീരത്തിലായി. അപ്പോഴും ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മതത്വത്തിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞില്ല. താൻ ശുദ്ധ ചിന്മാത്രമാണ്, അഖണ്ഡ ബോധസ്വരൂപമാണ് എന്ന അറിവ് അയാളിൽ ഉദിച്ചില്ല. തതോ ദിഗന്ധദർശന ലക്ഷണം, ദിഗന്ധങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് കാണണം എന്ന തീരുമാനം നേരത്തെ അദ്ദേഹം എടുത്തിരുന്നു. അതിൻ്റെ ശക്തി കൊണ്ട് കാര്യം അസിതം അപര്യവസിതം, ആ ആഗ്രഹം ഇനിയും പൂർത്തിയായിട്ടില്ല.
ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാണ് ഈ വിവശ്ചിത്ത യാത്ര ആരംഭിച്ചത്. ആ കാര്യം ഇനിയും പര്യവസാനിക്കാത്തത് കൊണ്ട് ചിന്തയിത്വ, വീണ്ടും സ്മരണയിലൂടെ, സങ്കല്പത്തിലൂടെ പ്രകൃതേരുപസർപ്പണ സ്വഭാവസ്യ, സങ്കല്പിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ അല്ലെങ്കിൽ മായയുടെ സ്വഭാവമാണ്. നമ്മളെ മായ പിടികൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മായ നമ്മളെ വിട്ടുപോയോ എങ്ങനെ തീരുമാനിക്കും? മനസ്സ് പലതിനെയും സങ്കല്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മായയുടെ പിടി അയഞ്ഞിട്ടില്ല. മനസ്സ് ഒന്നിനെയും സങ്കല്പിക്കാതെ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നെങ്കിൽ മായയുടെ പിടി വിട്ടു എന്നർത്ഥം. അപ്പോൾ മനസ്സിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മായയുടെ സ്വഭാവം ചലിക്കുക, സങ്കല്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വഭാവത്തിന് അനുകൂലമായി ആ മനസ്സ് അല്ലെങ്കിൽ വിവശ്ചിത്തിൻ്റെ സൂക്ഷ്മ ശരീരം ഉപശമിക്കാതെ വീണ്ടും ചലിച്ചുകൊണ്ടിരുന്നു. രാമൻ്റെ അസുഖം തുടങ്ങി. ഒരു ചോദ്യം എടുത്തിട്ടു. ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ്, അറിയാമോ? പക്ഷെ നിവൃത്തിയില്ല. സകലരെയും ആ രോഗം ബാധിച്ചിരിക്കുന്നു. ആൾക്കാർക്ക് എന്തിനെക്കുറിച്ചൊക്കെയാണ് സംശയങ്ങളെന്നറിയാമോ? ഒരാവശ്യവുമില്ല, അനാവശ്യമായ സംശയങ്ങൾ ഇങ്ങനെ ഉള്ളിൽ തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സദാ മുകളിലേക്കുയരുന്ന നീർക്കുമിളകളെപ്പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. ചുമ്മാ ഇങ്ങനെ സംശയം ചോദിക്കുക. അത് മനസ്സിൻ്റെ ഒരു രോഗമാണ്, അഥവാ മനോരോഗമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മനോരോഗികളാണ്. ശരീരത്തിൽ അസുഖമൊന്നും ഇല്ലെങ്കിലും മനസ്സെന്ന രോഗത്തോട് കൂടിയവരാണ്. ഈ മനസ്സെന്ന് പറയുന്നത് ഭ്രമമാണ്, വെറുതെ ഉള്ളതുപോലെ തോന്നുന്നതാണ്. അതിനെ സത്യമെന്ന് കരുതി ആ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തികഞ്ഞ മനോരോഗികളാണ്, മുഴുഭ്രാന്തന്മാരാണ്. എൻ്റെ അഭിപ്രായമല്ല. വാസുദേവ യതീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, വാസുദേവ മനനം. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ മനനം ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹം ആ കൃതിയുടെ തുടക്കത്തിൽ പറയുന്നത്, എന്നോട് ദേഷ്യപ്പെടരുത്, ദയവായി നിങ്ങൾ ആൾക്കാരെ ഒരുമാതിരി വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ് എന്നൊന്ന് എന്നെ വഴക്ക് പറയരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: സർവേ ഭ്രാന്തായേവ. ഈ ലോകത്തുള്ള സത്യദർശനം നേടാത്ത സകലരും, അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, കലാകാരനാകട്ടെ, സാമൂഹ്യ പ്രവർത്തകനാകട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ IT പ്രൊഫഷണലോ ആരോ ആയിക്കോട്ടെ, ഒക്കെ ഭ്രാന്തന്മാരാണ് എന്നാണ്. എന്നോട് ദേഷ്യപ്പെടരുത്. സർവേ ഭ്രാന്തായേവ. എല്ലാവരും ഭ്രമത്തിൽ കുടുങ്ങിക്കഴിയുകയാണ്. സത്യം കണ്ടവർ മാത്രം ഭ്രമത്തിന് പുറത്ത് കടന്നിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഭ്രമത്തിൽ ജീവിച്ച്, ഭ്രമത്തിൽ ജനിച്ച്, ഭ്രമത്തിൽ ജീവിച്ച്, ഭ്രമത്തിൽ മരിക്കുന്നു. വാസ്തവത്തിൽ ഈ ജനനവും ജീവിതവും മരണവും ഒന്നും സത്യമല്ല. ഇതൊക്കെ വാസ്തവമാണെന്ന് വിചാരിച്ച് തനിക്ക് എന്തൊക്കെയോ ഇവിടെ മലമറിക്കാനുണ്ട് അല്ലെങ്കിൽ മലമറിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് അഹങ്കാരത്തിന് വശംവദരായി കറതീർന്ന അഹങ്കാരികളായി, താന്തോന്നികളായി, ശാസ്ത്രത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ, മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതെ ജീവിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. അതുകൊണ്ട് അവരെയൊന്നും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജ്ഞാനികൾ. മറ്റ് ജീവികളുണ്ടല്ലോ, പട്ടി, പൂച്ച, ഓന്ത്, കൊതുക്, സിംഹം, പുലി, കടുവ, കാട്ടുപോത്ത്, പെരിച്ചാഴി, തവള, ഇതുപോലെ ഒരുപാട് ജീവികളുണ്ടല്ലോ. ആ ഗണത്തിൽ മാത്രമേ അവിവേകികളെയും ജ്ഞാനികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഹേയ്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നവരാണ്, ഞങ്ങൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചവരാണ്. എന്ത് യാൻ വേണമെങ്കിലും നിങ്ങൾ വിക്ഷേപിച്ചോ. സത്യം നിങ്ങൾക്ക് പിടിയുണ്ടോ?
എല്ലാം ആത്മമയമാണെന്നുള്ള സത്യം നിങ്ങൾ സാക്ഷാത്കരിച്ചുവോ? ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഇതൊക്കെ മായയുടെ മണ്ഡലമാണ്. നിങ്ങൾ മായയെ അതിവർത്തിച്ചിട്ടില്ല. സ്വപ്നത്തിനകത്ത് നിങ്ങൾ കാണിക്കുന്ന ഓരോ കൂത്തുപോലെയേ ഉള്ളൂ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളും. ഞാൻ അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, എനിക്ക് അവാർഡ് കിട്ടി, ഒരു കാര്യവുമില്ല. നിങ്ങൾ ആത്മാവിനെ സാക്ഷാത്കരിച്ച് ഈ പ്രപഞ്ചം ബ്രഹ്മത്തിലെ ഒരു ഭ്രമമാണ്, ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് നേട്ടങ്ങളൊക്കെ കോട്ടങ്ങൾ തന്നെയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നമ്മൾ അധിക്ഷേപിക്കുന്നു എന്ന് കരുതരുത്. ഇതാണ് വസ്തുത. വസ്തുത ഇതാണ്. അവിദ്യക്കകത്ത് കിടന്ന് കറങ്ങുന്നവർ. ഉപനിഷത്തുകൾ എന്താണ് പറയുന്നതെന്നറിയാമോ? അവിദ്യായാമന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ദന്ത്രമ്യമാണാഹ പര്യന്തി മൂഢാഹ അന്ധേനേവ നീയമാനാ യഥാന്ധാഹ. ഉപനിഷത്തിൻ്റെ അതിശക്തമായ ഭാഷയാണ്. ഉപനിഷത്തിന് സത്യം വെട്ടി തുറന്നു പറയുന്നതിൽ ഒരു ജാള്യതയുമില്ല, ഒരു കൂസലുമില്ലാതെ പറയും. കാരണം ഉപനിഷത്തിന് ആരെയും ഭയമില്ല. നിർഭയത്വമാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഒന്നിനെയും കണ്ട് ഭയപ്പെടരുത്. ഇത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഏത് വേദിയിലും ഇത് ഉറക്കെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അയ്യോ, കാണികൾ എന്ത് വിചാരിക്കും? അതിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, DGP ഉണ്ടല്ലോ, ഹൈക്കോർട്ട് ജഡ്ജുണ്ടല്ലോ, പ്രസിഡൻ്റ് ഉണ്ടല്ലോ, വൈസ് പ്രസിഡൻ്റ് ഉണ്ടല്ലോ, പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഗവർണർ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഇതാണ് സത്യം. അത് വിളിച്ചു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. കാരണം അറിവിലൂടെ നമ്മൾ നേടുന്നത് ഈ ധൈര്യമാണ്. സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ തല വെട്ടപ്പെടുമെങ്കിൽ ആ തല പോട്ടെ എന്ന് വയ്ക്കുക. അല്ല, തല വെട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിനേക്കാളും നല്ലത് കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 100 ആണ്ട് ജീവിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മണ്ടനാണ്. സത്യത്തെ അസത്യത്തിൻ്റെ ബലിപീഠത്തിൽ നിങ്ങൾ തന്നെ അതിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. സത്യം വധിക്കപ്പെടരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സത്യത്തെ നശിപ്പിക്കാൻ പറ്റില്ല. സത്യത്തെ ബലിപീഠത്തിൽ വെച്ച് അതിൻ്റെ തലയറുക്കാൻ ശ്രമിക്കുന്നവൻ അവൻ വാസ്തവത്തിൽ സത്യത്തെ നശിപ്പിക്കുന്നവനല്ല, സ്വയം നശിപ്പിക്കുന്നവനാണ്, തന്നെ നശിപ്പിക്കുന്നവനാണ്. കാരണം സത്യത്തിന് മരണമില്ല എന്നുള്ള സത്യം ഈ മണ്ടൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വേണം. നമുക്ക് ബോധ്യം വന്ന കാര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. രാമൻ്റെ സംശയം എന്താണെന്ന് നോക്കാം. ശ്രീരാമ ഉവാച അദേഹം പ്രസരത്യേതച്ചിത്തം കാര്യേ കഥം മുനേ ആദിവാഹിക സംവിത്തേർബോധസ്യാത് കീദൃശോധികഃ. അദേഹം പ്രസരത്യേതത് ചിത്തം. അല്ല മഹർഷേ, ആ വിപശ്ചിത്തിൻ്റെ സ്ഥൂല ശരീരം നഷ്ടമായി, ആ പക്ഷികളെല്ലാം കൂടെ കടിച്ചു കയറി തിന്നു, ഭക്ഷണമാക്കി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശരീരം, സ്ഥൂല ശരീരം ഇല്ലാതെ ഈ സൂക്ഷ്മ ശരീരമായ മനസ്സ് പ്രസരിക്കാൻ തുടങ്ങി, യാത്ര തുടർന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെയാ മഹർഷേ സാധ്യമാവുക? ഒരു ശരീരമുണ്ടെങ്കിൽ അതിലല്ലേ ഈ മനസ്സ് പ്രവർത്തിക്കുക. ശരീരം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കും? അതെങ്ങനെ യാത്ര ചെയ്യും? അതെങ്ങനെ ദൃശ്യപ്രപഞ്ചത്തെ അന്വേഷിക്കാൻ കെൽപ്പുള്ളതായി തീരും? അദേഹം പ്രസരത്യേത ചിത്തം കാര്യേ കഥം മുനെ. ആ മനസ്സിൻ്റെ തീരുമാനമായിരുന്നു ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അതിർത്തി കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ
തീരുമാനത്തെ സഫലമാക്കുന്നതിനായി ആ മനസ്സ് വീണ്ടും ചലിച്ചു. ശരീരം ഇല്ലാതെ തന്നെ മനസ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരീരം വേണ്ടേ? ശരീരം കൂടെ ഉണ്ടെങ്കിലല്ലേ ഈ മനസ്സിന് എന്തിനെങ്കിലും ഒക്കെ അനുഭവിക്കാൻ പറ്റൂ. സ്ഥൂല ശരീരം നഷ്ടമായി കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീര രൂപത്തിലിരിക്കുന്ന മനസ്സ് അതെന്ത് ചെയ്യാനാണ്? അതിനെക്കൊണ്ട് എന്തിനു കൊള്ളാം? ആദിവാഹിക സംവിത്തേർ ബോധസ്യാത് കീദൃശോധിക. സ്ഥൂല ശരീരത്തെ സത്യമെന്ന് കരുതി നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു. ഇതിനേക്കാളും ഏത് തരത്തിൽ മെച്ചപ്പെട്ടതാണ് സൂക്ഷ്മ ശരീരത്തിലെ അനുഭവം? അതിനെന്തെങ്കിലും വൈശിഷ്ട്യമുണ്ടോ? ഇതിനേക്കാളും ഏതെങ്കിലും നിലയിൽ അത് മെച്ചപ്പെട്ടതാണോ? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇതാണ് രാമൻ്റെ ചോദ്യം. നന്നു അദ്ദേഹം ചിത്തം ബഹിഹി കഥം പ്രസരതി ഗച്ഛതി. ശരീരത്തിൻ്റെ അകത്താണ് മനസ്സ് എന്നാണ് നാം എല്ലാവരും ധരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും വിചാരം എൻ്റെ മനസ്സ് അതെവിടെയാണ്? ശരീരത്തിന് പുറത്തല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആവണം. അപ്പോൾ മനസ്സ് ദേഹത്തിൻ്റെ ഉള്ളിലാണ് എന്നാണ് നമ്മൾ വിചാരിച്ച് ജീവിക്കുന്നത്. അത് എങ്ങനെ ദേഹമില്ലാതെ ചലിക്കും? അതെങ്ങനെ പ്രസരിക്കും? തദ്ഭ്യുപഗമേപി പൂർവം ദേവശരീരേണാപി നഭോവർത്മന്യപ്രതിഹതഗതി സ ആസീത് തതസ്തന്നാശേപി മനോദേഹിന നഭോമാർഗേ ഗച്ഛതസ്തസ്യ പൂർവദേഹാത് മനോമാത്രമയ ദേഹസ്യ കോ വിശേഷഃ അഭൂത് ഇതി രാമഃ പൃച്ഛതി. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും രാമൻ ചോദിക്കുന്നത്. ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ശരീരമില്ലാതെ മനസ്സെങ്ങനെയാണ് വ്യാപിക്കുക, പ്രസരിക്കുക, പുറത്തേക്ക് പ്രവഹിക്കുക? രണ്ടാമത്തത്, ഈ ശരീരം ഇല്ലാതെ ഈ മനസ്സിന് നേരത്തെ ദേവശരീരത്തോട് കൂടിയവനായിരുന്നു ഈ വിപശ്ചിത്ത്, ദേവനായി മാറിയല്ലോ. അപ്പോൾ ആ ദേവശരീരത്തിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന് പല ലോകങ്ങളിലും ചെന്നെത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആ ദേവശരീരവും നഷ്ടമായിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മ ശരീരത്തെ ഒരാൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പൂർവം ഒരാളല്ല ഈ വിപശ്ചിത്ത് പൂർവ്വദേവശരീരേണാപി നഭോവർത്മന്യ അപ്രതിഹതഗതി, ആകാശത്തിലൂടെ ഒരു തടസ്സവുമില്ലാതെ, അതായത് സൂക്ഷ്മ ശരീരത്തെ തടഞ്ഞു നിർത്താൻ ഒന്നിനും സാധ്യമല്ല. കതക്, ചുവര്, മല ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടൊന്നും പ്രതിരോധിക്കപ്പെടുന്നതല്ല സൂക്ഷ്മ ശരീരം. അതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തോട്ട് കടക്കും. സ്ഥൂല ശരീരത്തിനാണ് ഈ സ്ഥൂല പദാർത്ഥങ്ങൾ തടസ്സങ്ങളായി നിൽക്കുക. സൂക്ഷ്മ ശരീരം സ്ഥൂല പദാർത്ഥങ്ങളുടെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിവുള്ള ഒന്നാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികൾ, മണ്ഡനമിശ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്ന് ശ്രാദ്ധമായിരുന്നു. കതകും വാതിലുകളും ജനാലയും ഒക്കെ അടച്ച് വളരെ രഹസ്യമായി അദ്ദേഹം ശ്രാദ്ധം നടത്തുകയായിരുന്നു. അതെന്തിനാണ് കതവും ജനാലയൊക്കെ അടച്ചതെന്ന് പറഞ്ഞാൽ, സാധാരണ ഈ ശ്രാദ്ധത്തിൻ്റെ ദിവസത്തിൽ, ആ ശ്രാദ്ധ ദിനത്തിൽ 2 ബ്രാഹ്മണരെ വീട്ടിൽ വരുത്തി കാല് കഴിച്ച് അവർക്ക് ഊണ് നൽകുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ പിതൃക്കളുടെ പ്രതീകം എന്നാണ് വയ്പ്. അതായത് പിതൃക്കളാണ് ഈ 2 ബ്രാഹ്മണരുടെ രൂപത്തിൽ ആ ദിവസം വീട്ടിലേക്ക് വരിക. അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ള 2 ബ്രാഹ്മണരെ വീട്ടിൽ വിളിച്ചാണ് കാല് കഴിച്ച് ഭക്ഷണം നൽകുന്നത്. പക്ഷേ ഈ മണ്ഡനമിശ്രൻ്റെ ശ്രാദ്ധ ദിനത്തിൽ വന്നിരിക്കുന്ന 2 ബ്രാഹ്മണർ സാധാരണ ആൾക്കാരല്ല. ഒരാൾ സാക്ഷാൽ വേദവ്യാസ മഹർഷി, രണ്ടാമത്തെ ആൾ ജൈമിനിയും വേദവ്യാസനും. അവർ തമ്മിൽ ട്രംപും എലോൺ മസ്കും പോലെയാണ്. എന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്തം അതിനെ പ്രചരിപ്പിക്കുന്നയാളാണ്, അല്ലെങ്കിൽ അതിനോട് ചായ്വുള്ളയാളാണ് വേദവ്യാസ മഹർഷി. ജൈമിനി കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നയാളാണ്. കർമ്മകാണ്ഡത്തിന്
മുഖ്യത്വം നൽകുന്നയാളാണ്. വ്യാസമഹർഷിയുടെ ശിഷ്യനാണോ തന്നെ? അല്ല, വേദവ്യാസൻ്റെ ശിഷ്യനാണോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എന്തായാലും വിഭിന്ന ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഊണ് കഴിക്കുമ്പോൾ ആ വിരോധമൊന്നും അവർ കണക്കിലെടുക്കാറില്ല. ചാപ്പാടാണ് പ്രധാനം. എൻ്റെ ശത്രു എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഊണ് കഴിക്കാതെ പോയാൽ എനിക്കല്ലേ നഷ്ടം. അതുകൊണ്ട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും, അതായത് രണ്ടുപേരും രണ്ട് ചിന്താ പദ്ധതികളെ പിന്തുടരുന്നവരാണെങ്കിലും രണ്ടുപേരും ഒരേ ആളുടെ വീട്ടിൽ ശ്രാദ്ധത്തിനായി വന്നിരിക്കുമായിരുന്നു. അപ്പോൾ അത് വിശേഷപ്പെട്ട വ്യക്തികളായതുകൊണ്ട് മറ്റാരും അറിയരുത് എന്നുള്ളത് കൊണ്ട് ജനാലയും വാതിലും ഒക്കെ അടച്ചിട്ടാണ് അദ്ദേഹം ശ്രാദ്ധം നടത്തുക. കഷ്ടകാലത്തിന് അന്നാണ് ഈ മണ്ഡനമിശ്രനുമായി വാദപ്രതിവാദം ചെയ്യാൻ ശങ്കരാചാര്യർ അവിടെ എത്തിയത്. മാഹിഷ്മതി നഗരം, ഇപ്പോഴത്തെ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഉത്തരേന്ത്യയിലുള്ള ഏതോ ഒരു നഗരമാണ്. ആ മാഹിഷ്മതി നഗരത്തിലാണ് ഈ മണ്ഡനമിശ്രൻ വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ആരുടെ അടുത്തൊക്കെയോ ഇങ്ങനെ വീട് ചോദിച്ച് അദ്ദേഹം ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അപ്പോൾ ഈ അടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വരുന്ന കുറേ സ്ത്രീകൾ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ മണ്ഡനമിശ്രൻ്റെ വീട് ഏതാണ്? അപ്പോൾ അതിനെന്തെങ്കിലും ലാൻഡ് മാർക്കെന്ന് നമ്മൾ പറയത്തില്ല. ഇപ്പോൾ കരമന പോലീസ് സ്റ്റേഷന് ലാൻഡ് മാർക്കില്ല. മറ്റുള്ള വീടുകൾക്ക് പോലീസ് സ്റ്റേഷൻ ലാൻഡ് മാർക്കാണ്. കാരണം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിന് സമീപം, അല്ലെങ്കിൽ നിയമസഭ മന്ദിരത്തിന് സമീപം, അപ്പോൾ പ്രസിദ്ധമായ ഒരു ബിൽഡിംഗ്, അതിനാണ് നമ്മൾ ലാൻഡ് മാർക്ക് എന്ന് പറയുക. അപ്പോൾ ലാൻഡ് മാർക്കൊന്നുമില്ല. എന്നാലും ആ സ്ത്രീകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഏത് വീട്ടിൻ്റെ മുമ്പിലാണോ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികൾ പരസ്പരം വേദാന്തം ചർച്ച ചെയ്യുന്നത്, മനുഷ്യരല്ല കിളികൾ, വിശേഷ ബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയുന്ന കിളികൾ ഏതൊരു വീട്ടിൻ്റെ മുമ്പിലുള്ള കൂട്ടിലാണോ വേദാന്ത ചർച്ച നടത്തുന്നത്, അതാണ് മണ്ഡനമിശ്രൻ്റെ വീട്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം വെച്ച് ഇങ്ങനെ പോവുക. എല്ലാ വീട്ടിൻ്റെയും മുമ്പിലുള്ള കിളികളുണ്ടാവും, പക്ഷേ വേദാന്തം ചർച്ച ചെയ്യുന്ന കിളികളുണ്ടാവത്തില്ല. അപ്പോൾ ആ കിളികൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ജഗദ്ധ്രുവം വാ ജഗദധ്രുവം വാ കീരാംഗനായത്ര ഗിരം ഗിരന്തി ദ്വാരസ്ഥനീടാന്തരസന്നിരുദ്ധ അവേഹിതൻ മണ്ഡന പണ്ഡിതൗകഃ. ഇതാണ് സ്ത്രീകൾ പറഞ്ഞത്. ഈ കിളികൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം സത്യമോ മിഥ്യയോ? നമ്മൾ വീട്ടിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. വലിയ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന വേദികളിൽ പോലും ഈ കാര്യം ചർച്ച ചെയ്യപ്പെടാറില്ല. എന്താണ്? പ്രപഞ്ചം സത്യമോ മിഥ്യയോ? അപ്പോൾ ജൈമിനി മഹർഷിയുടെ പിന്തുടരുന്നവർ, അതായത് കർമ്മകാണ്ഡ വേദഭാഗം അല്ലെങ്കിൽ പൂർവമീമാംസ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ദർശനമാണ്. അതിൻ്റെ ആചാര്യനാണ് ഈ ജൈമിനി. ഉത്തരമീമാംസ അഥവാ വേദാന്തം, അതിൻ്റെ ആചാര്യനാണ് വേദവ്യാസൻ. അപ്പോൾ ഈ മണ്ഡനമിശ്രൻ്റെ വീട്ടിൽ എപ്പോഴും വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കും. ഇതൊക്കെ കേട്ട് ഈ കിളികൾക്ക് ഈ വാദപ്രതിവാദം നടത്തുന്നത് അവരുടെ ഒരു സ്വഭാവമായി. ഒന്നും മനസ്സിലാക്കിയിട്ടല്ല, എന്നാലും ഈ ചോദ്യം ചോദിച്ചാൽ, ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഇങ്ങനെ മറുപടി പറയണം എന്ന് അവ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയും പറയത്തില്ലേ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എന്താണോ നിരന്തരം കേൾക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അങ്ങനെ പലകാലം ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ കേട്ട് വളർന്ന ആ കിളികൾ ആരും ഇല്ലാത്തപ്പോഴും പരസ്പരം ഈ വേദാന്ത വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ജഗത്ത് സത്യമോ മിഥ്യയോ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. സാധാരണക്കാർ പോലും ചർച്ച ചെയ്യില്ല. ബുദ്ധിജീവികൾ പോലും ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാറില്ല. കീരാംഗനായത്ര ഗിരം ഗിരന്തി, കിളികൾ ഏത് വീട്ടിൻ്റെ മുമ്പിലാണോ ഇങ്ങനെയുള്ള ചർച്ചകൾ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മണ്ഡനമിശ്രൻ്റെ വീട്. അങ്ങ് വേറെ ആരോടും ചോദിക്കണ്ട, അത് തന്നെയാണ് മണ്ഡനമിശ്രൻ്റെ വീടെന്ന് അങ്ങേക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണ് മണ്ഡനമിശ്രൻ്റെ വീട്ടുവാതിൽക്കൽ എത്തുന്നത് ആര്? ശങ്കരാചാര്യസ്വാമികൾ. കഥ അടച്ചിട്ടിരിക്കുന്നു. സാധാരണ നമ്മൾ കഥ അടച്ചിരുന്നാൽ കഥകിൽ മുട്ടുക, അതാണ് മര്യാദ എന്ന് പറയുന്നത്. വീട്ടിൽ കഥകിൽ തട്ടിയിട്ട് വേണം അകത്ത് കയറാനാണ്. കഥക് തുറന്നിരുന്നാൽ പോലും കഥകിലൊന്ന് മുട്ടിയിട്ട് ഉള്ളിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് മര്യാദ. കഥക് അടച്ചിട്ടിരുന്നു. ശങ്കരാചാര്യരെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും? അദ്ദേഹം മണ്ഡനമിശ്രനുമായി വാദപ്രതിവാദത്തിന് വേണ്ടി എത്തിയതാണ്. കഥക് അടച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രശ്നമില്ല. അദ്ദേഹത്തിന് യോഗസിദ്ധി കൊണ്ട് ആ കഥകിലൂടെ അപ്പുറത്തേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോഴുണ്ട് വേദവ്യാസരുണ്ട്, ജൈമിനി മഹർഷിയുണ്ട്. അവരുടെ മുമ്പിൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇദ്ദേഹം ആ ശ്രാദ്ധ വിധികളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ഡനമിശ്രന് ഇപ്പോൾ ശങ്കരാചാര്യ ഉള്ളിൽ വന്നു നോക്കി, ഇവൻ ആള് പുലിയാണ് കേട്ടാ. പറഞ്ഞില്ല, ഉള്ളിൽ ചിന്തിച്ചു. എടാ, അടച്ചിട്ടിരുന്ന കഥ, അകത്ത് നിന്ന് കുറ്റിയിട്ട കഥക്, സാക്ഷയും ഇതൊക്കെ ഇട്ടിട്ട് ഒരിക്കലും അകത്ത് വരാൻ പറ്റില്ല. ഇയാൾ എങ്ങനെ അകത്ത് വന്നു? അതുമാത്രമല്ല, കർമ്മകാണ്ഡ വേദഭാഗത്തിന് പ്രാധാന്യം നൽകുന്ന ആളായിരുന്നു ജൈമിനിയും അദ്ദേഹത്തിൻ്റെ ദർശനത്തെ പിന്തുടരുന്ന മണ്ഡനമിശ്രനും. അപ്പോൾ ഈ കർമ്മകാണ്ഡികൾക്ക് സന്യാസിമാരോട് പുച്ഛമാണ്. കാരണം ഒരു പെണ്ണും കെട്ടി കുട്ടികളും കുടുംബവും ഒക്കെ ആയി കഴിയുന്നതിന് പകരം സർവസംഘ പരിത്യാഗികളായി എല്ലാം ഉപേക്ഷിച്ചിട്ട് തെണ്ടി നടക്കുന്ന കൂട്ടരാണ് ഈ സന്യാസിമാർ. അതുകൊണ്ട് അവരോട് അവജ്ഞയാണ് ഈ മണ്ഡനമിശ്രനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അകത്ത് കയറി വന്നു. വേഷമൊക്കെ കണ്ടപ്പോൾ കാഷായ വേഷം, സന്യാസിയാണ്. കയ്യിലൊരു ദണ്ഡവും കമണ്ടലും ഒക്കെ ഉണ്ട്. തല മുണ്ടനം ചെയ്തിരിക്കുകയാണ്. ക്ലീൻ ഷേവാണ്, അതായത് നല്ല മൊട്ട, ഒരു മുടി പോലുമില്ല തലയിൽ. പറഞ്ഞു, ഈ മൊട്ട എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെയാണോ ഉള്ളിലേക്ക് കയറിയത്? ഞാൻ കഥ കടച്ച് ആരും വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ വിശേഷപ്പെട്ട ഈ ശ്രാദ്ധകർമ്മം ചെയ്യുമ്പോൾ താൻ എങ്ങനെ ഓടി പിരിച്ച് ഇറങ്ങിയതല്ല. കാരണം മുകളിലൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ കഥയിലൂടെ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ എവിടെ നിന്ന് എത്തിയപ്പാ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു സംവാദമാണ്. അത് ഒരുപാടുണ്ടത് ഇവർ തമ്മിലുള്ള സംവാദം. ശങ്കരാചാര്യർ അക്ഷോഭ്യനായി മണ്ഡനമിശ്രൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മണ്ഡനമിശ്രൻ്റെ ക്ഷമ നശിച്ചു. അയാൾ ശ്രാദ്ധം ചെയ്യുന്നു എന്നുള്ള, ശ്രാദ്ധകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം പോലും മറന്ന് അദ്ദേഹം അസഭ്യവാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ശ്രാദ്ധം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെടാൻ പാടില്ല. കണ്ടീഷൻ നമ്പർ 1, പിതൃതർപ്പണം, ശ്രാദ്ധം ഇതൊക്കെ ചെയ്യുന്ന ആ ദിവസങ്ങളിൽ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ കർമ്മം ചെയ്ത് തീരുന്നത് വരെ ദേഷ്യപ്പെടാൻ പാടില്ല. പക്ഷേ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. ക്ഷമ നശിക്കുന്ന ദിവസമായിരിക്കും ഈ ശ്രാദ്ധ ദിനം. പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പം നല്ല വിശപ്പും ഉണ്ടായിരിക്കും. വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും, ആർക്കായാലും ദേഷ്യം വരും. അപ്പോൾ അശ്ലീല വാക്കുകൾ അല്ലെങ്കിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ മണ്ഡനമിശ്രൻ പറഞ്ഞ് ശങ്കരാചാര്യരെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി ജൈമിനി മണ്ഡനമിശ്രനെ ശാസിച്ചു. ഇടോ, വന്നിരിക്കുന്നത് ആരാണെന്നറിയാതെയാണ് താൻ അസഭ്യവർഷം ചൊരിയുന്നത്. അതുമല്ല ശ്രാദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ദേഷ്യപ്പെടാൻ പാടില്ല, അരുതാത്ത വാക്കുകൾ പറയാൻ പാടില്ല. സന്യാസിമാർ എന്നും ആദരണീയരാണ്. അവർക്ക് ഭിക്ഷ നൽകേണ്ടത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ് എന്നൊക്കെ
പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കുകയാണ് ചെയ്തത്. ആര്? ജൈമിനി. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിന് സ്ഥൂല വസ്തുക്കൾ ഒരിക്കലും തടസ്സങ്ങളല്ല. സ്ഥൂല വസ്തുക്കളുടെ ഉള്ളിലൂടെ അപ്പുറത്തോട്ട് കടന്നു പോകാനുള്ള ശക്തി സൂക്ഷ്മ ശരീരത്തിനുണ്ട്. അതായത് അവർക്ക് സൂക്ഷ്മ ശരീരികൾക്ക് എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാം. അപ്പോൾ നേരത്തെ ദേവശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ നഭോമാർഗം ആകാശത്തിലൂടെ സഞ്ചരിക്കാം, കട്ടിയുള്ള അല്ലെങ്കിൽ കനമുള്ള ജഡപദാർത്ഥങ്ങളുടെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്യാം. അങ്ങനെ ഗതിയെ തടസ്സപ്പെടുത്താൻ ഈ സ്ഥൂല വസ്തുക്കൾക്ക് സാധ്യമല്ല. അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ദേവനായിരിക്കുമ്പോഴും ഈ ആകാശഗമനവും ഈ സിദ്ധികളുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തതഹ തന്നാശേപി, ഇപ്പോൾ ആ ദേവശരീരവും നഷ്ടമായി. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സാണ് ശരീരം, മനഃശരീരിയായി. അതായത് സ്ഥൂലമായ ഒരു ശരീരമില്ല, മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. ആ മനോദേഹത്തോടുകൂടി നഭോമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്, വിപശ്യത്തിന് പൂർവദേഹാത് മനോമാത്രമയ ദേഹസ്യ കോ വിശേഷ അഭൂത്. ഈ ദേവനായിരിക്കുമ്പോൾ ദേവശരീരം ഉണ്ടായിരുന്നല്ലോ, ആ ദേവശരീരത്തിൽ നിന്നും ഏത് രീതിയിൽ വ്യത്യസ്തമായിരുന്നു ഈ മനോമയമായ ശരീരം? രണ്ടും സൂക്ഷ്മമാണ്, രണ്ടും ആകാശഗമനം ചെയ്യാൻ കഴിവുള്ളവയാണ്, വസ്തുക്കൾ തടസ്സം ചെയ്യില്ല. എന്നാലും ദേവശരീരം അതും സൂക്ഷ്മമാണ്. ഇപ്പോൾ ആ ദേവശരീരവും നഷ്ടമായി, മനസ്സ് മാത്രം ശരീരമായി ബാക്കി നിൽക്കുന്നു. അപ്പോൾ അവയ്ക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യം ചോദിച്ചത് മനസ്സെങ്ങനെയാണ് ശരീരമില്ലാതെ പുറമേ പ്രസരിക്കുന്നത്. രണ്ടാമത്തേത് ദേവശരീരിയായി കഴിഞ്ഞിരുന്ന ആ വിപശ്ചിത്ത് അദ്ദേഹത്തിന് അപ്പോഴും പല സിദ്ധികൾ ഉണ്ടായിരുന്നു. ആകാശഗമനം പോലെയുള്ള സിദ്ധികൾ, വസ്തുക്കളുടെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്ത് പോകാനുള്ള സിദ്ധി, ആ സിദ്ധി ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ട് അവസ്ഥകൾക്കും തമ്മിൽ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ ദേവശരീരത്തെക്കാളും ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെട്ടതാണോ ഈ മനോമയമായ ശരീരം? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഒരൊറ്റ ശ്ലോകത്തിലൂടെ രാമൻ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച, വസിഷ്ഠ മഹർഷി മറുപടി പറയാൻ തുടങ്ങുന്നു. സങ്കൽപ്പപഥികത്വേന യഥാന്തഃ പുരവാസിനഃ ഇദം മനഃ പ്രസരതി തഥാസ്യ പ്രസൃതം മനഃ. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി നൽകാം. ശരീരമില്ലാതെ മനസ്സ് പ്രസരിക്കുമോ? മനസ്സിന് സഞ്ചരിക്കാൻ കഴിയുമോ? ഓരോ സ്ഥലങ്ങളിൽ ചെന്നെത്താൻ പറ്റുമോ? അതിനുള്ള മറുപടിയാണ് ആദ്യം പറയുന്നത്. സങ്കല്പപഥികത്വേന, പഥികൻ എന്ന് പറഞ്ഞാൽ വഴിപോക്കൻ, വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെയാണ് പഥികൻ എന്ന് പറയുന്നത്. അന്തഃപുരത്തിൽ കഴിയുന്ന, അന്തഃപുരം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യമാർ കഴിയുന്ന സ്ഥലം, അതാണ് സാധാരണ അന്തഃപുരം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആ അർത്ഥം മാത്രം സ്വീകരിക്കേണ്ട. ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ സങ്കല്പിച്ചൂടെ? അപ്പോൾ ഈ സങ്കല്പം എന്നുള്ള ഒരു ഉപാധിയെ ആശ്രയിച്ച് സ്ഥൂല ശരീരം ചലിക്കാതിരിക്കുമ്പോഴും ഒരാൾക്ക് സഞ്ചരിക്കുന്നതായി അനുഭവിക്കാം. അത് നമുക്ക് അനുഭവസിദ്ധമാണ്. മനസ്സിൽ ഓരോന്നിനെ ഭാവന ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ പോകുന്നതായി ഭാവന ചെയ്യുക. അപ്പോൾ അതിന് ഈ സ്ഥൂല ശരീരം ചലിക്കണമെന്നില്ല. സ്ഥൂല ശരീരം ഒരിടത്തിരിക്കും അല്ലെങ്കിൽ കിടക്കും. മനസ്സിലൂടെ നമ്മൾ ഒരു ലോക യാത്ര നടത്തിയിട്ട് വരുന്നില്ലേ, ഒരു വേൾഡ് ടൂർ, ഒരു വിരോധവുമില്ല. അതെങ്ങനെയാണോ അതുപോലെ തന്നെ
ഇതം മനഃപ്രസരതി തഥാസ്യ പ്രസൃതം മനഃ. ഈ മനസ്സ് ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസരിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ സ്വഭാവമാണ്. ശരീരം ഉള്ളപ്പോൾ അതിൻ്റെ പ്രസരണത്തിന് പരിമിതിയുണ്ട്. ശരീരം നഷ്ടമായാൽ അനന്തമായി ആ മനസ്സ് പ്രസരിക്കുന്നു. അതിൻ്റെ വ്യാപക ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സങ്കല്പമാത്രത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് ചെന്നെത്താൻ പറ്റും. സ്ഥൂല ശരീരത്തോടു കൂടി അത് പറ്റില്ല. വണ്ടി പിടിച്ച് പോകേണ്ടി വരും. കാറ് പിടിച്ച് ടാക്സി വിളിയടാ, ടാക്സി അല്ല ടാസ്കി വിളിയടാ എന്ന് പറഞ്ഞ പോലെ വണ്ടി പിടിച്ച് കാശ് മുടക്കിയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്ത് ചെന്നെത്തുന്നത്. സൂക്ഷ്മ ശരീരികളായാൽ 10 പൈസ ചിലവില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റും വേണ്ട, ട്രെയിൻ ടിക്കറ്റും വേണ്ട, കാറ് പിടിക്കുകയും വേണ്ട, സങ്കല്പമാത്രത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ചെന്നെത്താം. ഇതെന്തോ ഒരു വലിയ സിദ്ധി എന്നാണ് നമ്മൾ കരുതുന്നത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സ്ഥലവും മനസ്സിൻ്റെ സൃഷ്ടിയാണ്. മനസ്സിനകത്താണ് ലോകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു മൂലയിൽ നിന്ന് വേറൊരു മൂലയിലേക്ക് പോകാൻ എന്തെങ്കിലും വിഷമോ ഉണ്ടോ? പക്ഷേ ഇതൊക്കെ വലിയ സിദ്ധികളായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഒരാൾ സങ്കല്പമാത്രത്തിൽ മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി യോഗശക്തി ഉണ്ടെങ്കിൽ, അതായത് സൂക്ഷ്മ ശരീരത്തിൽ കടക്കാതെ സ്ഥൂല ശരീരം ഉള്ളപ്പോൾ തന്നെ ചില യോഗിമാർക്ക് സ്ഥൂല ശരീരത്തെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഈ സിദ്ധന്മാരൊക്കെ. ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ ഒരു സമയത്ത് ഒരാൾ കണ്ടു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1000 കിലോമീറ്റർ അപ്പുറത്ത് ഇതേ വ്യക്തിയെ കണ്ടതായി മറ്റു പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെങ്ങനെ? ഇത് അത്ഭുതമല്ലേ? 1000 കിലോമീറ്റർ 2 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതേ വ്യക്തി തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ കണ്ടു എന്നാണ് വേറൊരാൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ പറയുന്നത് 2 മിനിറ്റിന് മുമ്പ് ഇവിടെ കണ്ടല്ലേ. ഇതെങ്ങനെ? ഇതിൽ അത്ഭുതമൊന്നുമില്ല. സൂക്ഷ്മ ശരീരത്തിന് വേണ്ടത്ര ശക്തിയുണ്ടെങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തിന് ഈ സ്ഥൂല ശരീരത്തെ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയും. ഇതൊക്കെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ച് തരുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. ഇതൊക്കെ അസംബന്ധം, ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. ഇതൊക്കെ വെറുതെ കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ ആധുനിക ശാസ്ത്രം പറയും. പക്ഷേ ഇതൊക്കെ സത്യമാണ് എന്നാണ് ശാസ്ത്രങ്ങൾക്ക് പറയാനുള്ളത്. ആധുനിക ശാസ്ത്രജ്ഞൻ സങ്കുചിതമായ ചിന്താഗതിയുള്ളവനാണ്. അവന് ലാബിലുള്ള ഉപകരണങ്ങളും അവൻ പഠിച്ച ശാസ്ത്രവും അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അറിവും ഇതൊക്കെ മാത്രമേ അവനുള്ളൂ. അതിൽ കവിഞ്ഞ ഒന്നിനെ, അതിനേക്കാളും മുകളിലുള്ള ഒന്നിനെ, അവൻ്റെ അറിവിൻ്റെ മണ്ഡലത്തിൽ പെടാത്ത ഒന്നിനെ ഈ ആധുനിക ശാസ്ത്രജ്ഞൻ അംഗീകരിക്കുകയില്ല. അത് ഒരു തരത്തിലുള്ള താന്തോന്നിത്തരമാണ്. നമുക്കെല്ലാം ഒന്നും അറിയില്ല. ഈ അഷ്ടമഹാസിദ്ധികൾ എന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പോൾ ആ സിദ്ധികൾ പ്രദർശിപ്പിക്കാൻ കഴിവുള്ളവർ ഇല്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ സിദ്ധി അയാൾ പ്രദർശിപ്പിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നിങ്ങൾ അതിനെ അവിശ്വസിക്കുമോ? നേരിൽ നമ്മൾ ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പിന്നെ അവിശ്വാസം തോന്നേണ്ട കാര്യമില്ല, വിശ്വസിച്ചേ പറ്റൂ. പക്ഷെ അങ്ങനെയുള്ള സിദ്ധപുരുഷന്മാർ ഈ കാലത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് നമുക്ക് അവരെ കാണാനുള്ള ഒരു സന്ദർഭം കിട്ടാത്തത് കൊണ്ട് ഇതൊക്കെ വെറുതെയാണ്, ചുമ്മാ പറയുന്നതാണ് എന്ന് ആധുനിക മനുഷ്യൻ വിചാരിക്കും. അവൻ്റെ അറിവ് വളരെ പരിമിതമാണ്. മനസ്സിൻ്റെ തലങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭാവന ചെയ്യാൻ പോലും പറ്റാത്ത തലങ്ങളാണ് മനസ്സിനുള്ളത്. അപ്പോൾ ആ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള അത്ഭുത സിദ്ധികളും നേടാൻ കഴിയും. ആ സിദ്ധികളൊക്കെ നേടിയിട്ടുള്ളവർ പലർക്കും ആ സിദ്ധികളെ പ്രദർശിപ്പിച്ചു കൊടുത്തതായി കഥയുണ്ട്. പിന്നെ അതൊക്കെ വെറുതെ പറയുന്നതാണ്, ആൾക്കാർ ചുമ്മാ പറഞ്ഞു പരത്തുന്നതാണ് എന്ന് നമുക്ക് അതിനെയൊക്കെ നിഷേധിക്കാം.
നിഷേധിക്കാനുള്ള അവകാശം നമുക്ക് പണ്ടേ കിട്ടിയതാണല്ലോ. എന്ത് പറഞ്ഞാലും അതിനെ നിഷേധിക്കുക. ഭാരതമാതാവിൻ്റെ കയ്യിൽ ഏതോ ഒരു പാർട്ടിയുടെ കൊടി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. നാണമാവുന്നില്ലേ അവന്മാർക്ക്? നാണമാവുന്നില്ല? അല്പമെങ്കിലും ലജ്ജയോ മര്യാദയോ ഉണ്ടോ? എന്തൊരു വിഡ്ഢിത്തമാണ്! ഇപ്പം ഭാരതമാതാവിൻ്റെ കയ്യിൽ ത്രിവർണ്ണ പതാക തന്നെ കൊടുക്കണം, എന്നാലേ ഞങ്ങൾ വരൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് വിഡ്ഢിത്തമല്ലാതെ വേറെന്താണ്? വേറൊന്നുമല്ല, ഭാരതമാതാവിൻ്റെ ഒപ്പം വെച്ചിരിക്കുന്ന ആ ഒരു കൊടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് RSS കാവിക്കൊടി. കാവി കണ്ട അലർജിയാണ് ചിലർക്ക്. അപ്പം അങ്ങനെയുള്ളവർ അപ്പം നമ്മുടെ അസഹിഷ്ണുത എത്ര കണ്ടുണ്ടെന്ന് നോക്കിക്കോളൂ. എത്ര കണ്ട് അസഹിഷ്ണുക്കളാണ് ഈ കാലത്ത് ജീവിക്കുന്നതെന്ന്. കൊടി എന്തിരിക്കുന്നു? ഓരോരുത്തർക്കും ഓരോ കൊടിയുണ്ട്, ഓരോ നിറത്തിലുള്ള കൊടി. ഈ കൊടിയെ കണ്ടിട്ട് അലർജി തോന്നേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ വിഡ്ഢിത്തമാണ്. അറിവുണ്ടെന്ന് അഭിമാനിക്കുന്നവർ കാണിക്കുന്ന ഘോഷത്വങ്ങളാണിതൊക്കെ, വിഡ്ഢിത്തങ്ങളാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും. അറിവുള്ളവർ ഇതിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കാതെ, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവരവരുടെ പാടും നോക്കി പോകുന്നതാണ് അവർക്ക് നല്ലത്. വേണ്ടാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ മനസ്സ് ശരീരം ഉണ്ടെങ്കിലും പ്രസരിക്കും. അതെങ്ങനെ അറിയാം? ഇപ്പം നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? ശാഖോപശാഖകളായി പടർന്ന് പന്തലിക്കാൻ കഴിവുള്ള അദ്ഭുത ശക്തിയാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റാത്തതായി ഒന്നുമില്ല. സ്ഥൂല ശരീരം നഷ്ടമാകുമ്പോൾ അതിൻ്റെ ശക്തി, സങ്കല്പശക്തി കുറച്ചുകൂടെ വർദ്ധിക്കും. അതുകൊണ്ട് ശരീരമില്ലാതെ മനസ്സ് പ്രസരിക്കില്ല എന്ന് രാമാ നീ കരുതണ്ട. പ്രസരിക്കുക എന്നുള്ളത്, വ്യാപിക്കുക എന്നുള്ളത്, പരക്കുക എന്നുള്ളത് മനസ്സിൻ്റെ സ്വഭാവമാണ് എന്ന് ആദ്യത്തെ ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി എന്താണ് വസിഷ്ഠ മഹർഷി പറയുന്നത് എന്നുള്ളത് നമുക്ക് നാളെ കാണാം.